ഹലോ, നമുക്കിന്നൊരു ഈസി പരിപ്പറി ഉണ്ടാക്കിയല്ലോ. ഇതുണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ള ടൈമുള്ള ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യം കുറച്ച് പരിപ്പ് നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം. ഈ പരിപ്പ് ഒരു ഗ്ലാസ് എടുത്താൽ മതി. ആ പരിപ്പും അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. അത് നമ്മൾ ഇടുന്ന പച്ചക്കറി മുങ്ങിക്കിടക്കാൻ പാകത്തിന്. അടുത്തതായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഉള്ളി, ഒരു തക്കാളി, 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾ, അതേപോലെ കുറച്ച് ജീരകം. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പെരുങ്കായമാണ് കേട്ടോ. അപ്പം അത് കുറച്ച് എനിക്കിതിനകത്ത് അധികം വീഴാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ച് കൂടിപ്പോയാൽ കഴിക്കും, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് നമ്മൾ ഇത് വേവിക്കേണ്ടത് ഒരു 4 മുതൽ 5 വിസിൽ വരെയാണ് കേട്ടോ. കാരണം പരിപ്പും പിന്നെ ഇതിനകത്തിട്ട് പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒരു 5 വിസിലിന് നമുക്കിത് വെച്ച് വേവിച്ചെടുക്കാം. സോ എനിക്കിവിടെ 5 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ആവി മൊത്തമായിട്ട് പോയതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആവി ഫുള്ളായിട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫുള്ളായിട്ട് പോയതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൽ പരിപ്പൊക്കെ നമ്മളൊന്ന് ഇത് എന്ത് വെച്ച് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ ഞാനിതിനകത്ത് ഒരു പച്ചമുളക് ഇട്ടത്, അതുകൊണ്ട് എരിവ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. അടുത്തത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളിത് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ ആ സമയത്ത് ഒരു സ്പൂൺ നെയ്യ്. അപ്പോൾ ഈ നെയ്യും ചേർത്തിട്ട് നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ ഇത് പരിപ്പ് കറിക്ക് എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം കുറച്ച് നെയ്യ്, അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും ഒരു സ്പൂൺ കടുക്, പിന്നെ നമ്മളിതിൽ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പം കടുക് ഫുള്ളായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു 3-4 ചെറിയുള്ളി കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ വരമുളക് ഉണ്ടല്ലോ, അത് ഒരു 2 ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കടുകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ. അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. അപ്പം ഇത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ എടുക്കുമ്പം വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. ഇവിടെ എനിക്ക് കായം കുറച്ച് തീരെ ഇല്ലാത്തതുകൊണ്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആ സമയത്ത് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.